ഹലോ ഗൈസ്, തമ്പനയിൽ കണ്ടാണക്ക ദ ലാസ്റ്റ് വ്ലോഗ്. ഒരു ഐഡിയ ഇല്ലാത്തൊരു ബാംഗ്ലൂർ. ഓൾമോസ്റ്റ് എല്ലാവരും പോയി ഇടുന്നു. എനിക്ക് ഒരു ബോക്സ് നിറച്ച് സാധനങ്ങൾ പറയാതെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ബാംഗ്ലൂര്. മനസ്സിലാ വ്ലോഗ് തുടങ്ങി ബാംഗ്ലൂരിന്ന് കുറേ മെമ്മറീസ്. ദ ലാസ്റ്റ് വ്ലോഗ് തന്നെ, ദ ലാസ്റ്റ് വ്ലോഗ് ഇൻ ബാംഗ്ലൂരിന്ന്. അപ്പോൾ ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷൻ്റെ വീഡിയോ ഒക്കെ ഫാമിലിയൊക്കെ വന്നെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം കാണാത്തവർ പോയി കാണാം. നമ്മൾ വലിയ പരിപാടിയായിരുന്നു, വലിയൊരു ബംഗലത്തിനകത്തുള്ള പരിപാടിയായിരിക്കും ഗ്രാജുവേഷൻ. അപ്പോൾ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് എക്സാം ഫുള്ള് കഴിഞ്ഞ്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എക്സാം, അപ്പം അത് ഫുള്ള് കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് കോളേജിനോട് കഴിഞ്ഞാഴ്ച വിട പറഞ്ഞു. കോളേജായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി. അപ്പോൾ ഇനിയില്ല പരിപാടി വെച്ചാൽ ഇന്നത്രയാണ് ഈ വ്ളോഗിൽ എപ്പോൾ വരുന്ന അറിയില്ല. കാരണം ഗ്രാജുവേഷൻ്റെ വ്ളോഗ് എടുത്തതിൻ്റെ എത്ര 1 മാസം 2 മാസമായിട്ട് കഴിഞ്ഞിട്ടാണ് ഗ്രാജുവേഷൻ ഇട്ട്. കാരണം സമയം എഡിറ്റിങ് തിരക്ക് അങ്ങനെ എന്തെല്ലാം ആയിട്ട് പിന്നെ കിട്ടില്ല. പിന്നെ ഇന്നത്രയായി, ഇന്ന് 5-ാം തീയതി, ജൂലൈ 5. അപ്പോൾ ഇന്ന് ഏകദേശം എല്ലാം കൂടിയായിട്ട് പോന്ന. അപ്പം 3 കൊല്ലം ബാംഗ്ലൂർ ജീവിതം, അതായത് 2023 ജൂലൈ 28-ന്, ജൂലൈ 27-നാണ് തോന്നുന്നു ഞാൻ കയറുന്നത്. 28-ന് ഇവിടെ എത്തി. ഐ തിങ്ക് സോ 27-28-ന് കയറി. കൽപ്പകയിൽ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് കയറുന്ന അന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരു ബാംഗ്ലൂർ എത്തി. തപ്പിപ്പിടിച്ച് ആചാര്യയിലെത്തി, തപ്പിപ്പിടിച്ച് PG-യിലൊക്കെ കയറി. 6 മാസം PG-യിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് വേറെ റൂം എടുത്ത് പുള്ളറപ്പുരം, 1 കൊല്ലം പുള്ളറപ്പുരമായിട്ട് റൂമിൽ നിന്ന്. പിന്നെ 1 കൊല്ലം ഒറ്റയ്ക്ക് ഇവിടെ റൂം എടുത്ത്. പിന്നെ റൂമെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ റൂമിൻ്റെ എല്ലാം വീഡിയോ എല്ലാം കണ്ടല്ലേ. അപ്പം പറയാതെങ്കിൽ ഒരുപാട് കഥകളുണ്ട് ബാംഗ്ലൂർ. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ് വെച്ചാൽ എങ്ങനെ ഉണ്ടായാൽ തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു ഇത്, അതായത് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇവിടുത്തെ എല്ലാം കൂടെ ടോട്ടലി അതൊന്ന് മാറി. പിന്നെന്താ പറയുക, വ്ളോഗ് തുടങ്ങി ബാംഗ്ലൂരിന്ന് കുറേ മെമ്മറീസ്, ഫ്രണ്ട്സ്, ഇവിടുത്തെ ഗ്യാങ്സ് ആയാലും പിള്ളേരായാലും എല്ലാവരും. അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പോയി ഇടുന്നു. എനിക്ക് കുറച്ച് ആൾക്കാരില്ല, വളരെ കുറച്ച് ആൾക്കാർ ഇന്നും നാളെല്ലാം ആയിട്ട് എല്ലാവരും ഏകദേശം ഈ ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും പോകും. ബാക്കി എല്ലാവരും നാട്ടിലെത്തി. എല്ലാവരും നാട്ടിൽ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. കുറേ ആൾ പഠിക്കുന്നു, കുറേ ആൾ എന്താ പറയുക ജോബും പരിപാടിയൊക്കെ ആയിട്ട് പോകാം. അങ്ങനെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ബാക്കിൽ പെട്ടി കണ്ടൊക്കെ തിരിയും. എന്താ അവസ്ഥ, പെട്ടി കെട്ടിത്തുടങ്ങി ദുബൈ പോകാൻ നടക്കുക. ഫുള്ള് വെക്കേറ്റായിരുന്നു. അപ്പം റൂം ഫുള്ള് വെക്കേറ്റായിരുന്നു. അപ്പോൾ എല്ലാം എടുക്കണം, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഓൾറെഡി പെട്ടി കെട്ടി, അതായത് കുറേ ഡ്രസ്സ് തന്നെ കുറേ ഉണ്ട് ഡ്രസ്സ്. അപ്പോൾ ഒരു പെട്ടി കെട്ടി തുടങ്ങി, ഡ്രസ്സിന് കെട്ടി. പിന്നെ കിച്ചണിലെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊരു ബോക്സിലാക്കണം. പിന്നെ വേറെ മെയിൻ സാധനം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇത് കെട്ടും. അപ്പോൾ അതുണ്ട്. പിന്നെ ബാക്കിയില്ല അല്ല ചില്ലറ സാധനം കുറേയൊക്കെ ഇവിടെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് വെക്കേറ്റാണ്. ഇന്ന് രാത്രി ബസ്സിന് കയറണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അറിയില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ബാംഗ്ലൂരിലത്തെ ആൾക്കാർ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്. പിന്നെ നമുക്ക് വ്ളോഗെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കാണാം. അപ്പം പെട്ടി കെട്ടട്ടെ, ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താ റൂമിൻ്റെ അവസ്ഥ ഇപ്പോൾ. ഇതോ എങ്ങനെ ഉണ്ടായ റൂമാണ് ഇപ്പോൾ. ഇതൊക്കെ ഇതാതിപ്പോൾ അവസ്ഥ റൂമിൻ്റെ. ഫുള്ള് വലിച്ചിട്ടിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാം, ഈ ഒരു വലിയ പെട്ടി, ഇത് ഫുള്ള് ഡ്രസ്സ്, ഇത് ഫുള്ള് കിച്ചൺ ഐറ്റംസ്, ഇതിൽ ബാക്കി ഡ്രസ്സ് സാധനങ്ങളെല്ലാം. പിന്നെ 2 ട്രാവൽ ബാഗ് ഉണ്ട്, പിന്നെ 2 ട്രാവൽ ബാഗ്, പിന്നെ ഒരു ലാബ് ബാഗ്, പിന്നെ ഒരു ഹാങ് ചെയ്യുന്നൊരു ബാഗ് ഉണ്ട്. ഇതെല്ലാം കൊണ്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, ഇതെല്ലാം എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ബാക്കി സെറ്റ് ചെയ്ത് തുടങ്ങട്ടെ. എന്നിട്ട് ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം റൂമിൻ്റെ വെക്കേറ്റ് ആയിട്ട് ലാസ്റ്റ് എങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, ഒരു ബോക്സ് നിറച്ച് സാധനങ്ങളുണ്ട്. എന്താണെന്നല്ലേ ഉള്ളിൽ കാണിച്ചു തരാം. ഇത് അക്വേറിയോ, ഇപ്പം ഞാൻ തീറ്റ കൊടുത്തിട്ടുണ്ട്. ഇനി അക്വേറിയോ 2 ജാലളിയത്തെ പിള്ളേർ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെൻ്റെ വീരടി മിസ്സാവും. അയ്യോ, അക്വേറിയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന. അപ്പോൾ ഇത് തുറന്ന് കാണിക്കാമല്ലേ? ബാ ഗൈസ്, ബോക്സിൽ എന്തെല്ലാം ഇല്ല അപ്പോൾ കാണിച്ചു തരാം. അത് തന്നെ ഇത്
3 കൊല്ലത്തെ കുറേ എന്തെല്ലോ സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു വെക്കുന്നത് ഒരു ഓർമ്മക്കായിട്ട്. ഫസ്റ്റ് അവിടെ ബാക്കിൽ കണ്ട ഒരു മിനിറ്റ് ഞാൻ കാണിച്ചതാ. ഫസ്റ്റ് അത് കാണിച്ചതാ. ഇത് എല്ലാവരും സൈനും വാങ്ങിയതാ. അപ്പോൾ എല്ലാവരും സാധാരണ ചെയ്യുന്ന +2 ഡിഗ്രിയെല്ലാം കഴിയുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും സിഗ്നേച്ചർ ഇതിൽ വാങ്ങിയിട്ടുണ്ട്, ബാക്കിലും മുമ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഒരു സാധനം, ഇതെന്തായാലും എടുത്തു വെക്കും. പിന്നെ ബാക്കിയില്ലെന്ന് വെച്ചാൽ ബാക്കി കാണിച്ചതാ. ഫസ്റ്റ് നമ്മളെ ആചാര്യൻ്റെ ഹൂഡി, ഇതെന്തായാലും ഞാൻ എടുത്തു നോക്കി. ഞാൻ കുറേ കാലം 3 കൊല്ലം യൂസ് ചെയ്ത് ഹൂഡിയാണ്. ഇതൊന്ന്, പിന്നെ ഐക്കോണിക് സാധനം എല്ലാവർക്കും അറിയാം, നമ്മളെ റെഡ് കളർ യൂണിഫോം, ഏവിയേഷൻ്റെ പേര് കേട്ട ഏവിയേഷൻ്റെ ഐഡന്റിറ്റി ആയത് ഏവിയേഷൻ്റെ. ഇത് ചോപ്പ് കണ്ടോ ഏവിയേഷൻ ആചാര്യയിൽ. അപ്പം അതിൻ്റെ പാൻറ്. പിന്നെ ഇത് നമ്മൾ സെക്കൻഡ് ഇയർ ഉണ്ടാകുമ്പോൾ ഓണത്തിന് ഡ്രസ് കോഡ് അടിച്ചതാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ ഇത് സെക്കൻഡ് ഇയർ ഓണത്തിന് നമ്മളടിച്ചത്, ലാസ്റ്റ് അല്ല 3rd ഇയർ ഓണത്തിന്, ഫൈനൽ ഇയർ ഓണത്തിന് അടിച്ചത്. അപ്പോൾ അതെല്ലാം ഓർമ്മയുണ്ടാവും. പിന്നെ ഇത് ആചാര്യൻ്റെ ജേഴ്സി, എല്ലാവർക്കും അറിയില്ലേ. പിന്നെ വേറെ സാധനമുണ്ട്, ഇതെങ്ങനെ ഉണ്ട്, ഇത് അടിപൊളിയല്ലേ. ഇതിങ്ങനെ കാണുന്ന ഇങ്ങനെ ആവും. ഇത് വിഷ്ണു MK, വിഷ്ണു തോട്ടയുടെ. വിഷ്ണു എല്ലാവർക്കും അറിയായിരിക്കില്ലേ, വിഷ്ണു ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്ത ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ടാഗ് ഉണ്ട്, ഖത്തർ എയർവേസിൻ്റെ സാധനമാണ്. അപ്പം വിഷ്ണു ഗിഫ്റ്റ് തന്നെ ഇത്. പിന്നെ ഇത് ഒരു ക്രൗഷർ എങ്ങനെയാണ് പറയാൻ നമുക്കറിയില്ല. ഇത് സോണി ഗിഫ്റ്റ് തന്നെ ഇത്, ഒരു കിച്ചേ. ഇതും അടിപൊളിയാണ്, രണ്ടും അടിപൊളിയാണ്. പിന്നെ നമ്മളെ ഗ്രാജുവേഷൻ്റെ സാധനങ്ങൾ, ഗ്രാജുവേഷന് എൻ്റെ കസിൻസ് തന്നെ, ആ പ്രൗഡ്ലി പോലെ എൻ്റെ കസിൻസ് തന്നെ ബൊക്കെ. പിന്നെന്താ, പിന്നെ അയ്യോ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതാണെങ്കിൽ എടുത്ത് വെക്കട്ടെ. ഓക്കെ. പിന്നെ നമുക്ക് എനിക്ക് ഫെയർവെൽ തന്നെയാ. എന്താണ് ഈ 2 സാധനം, 2 സ്റ്റാർ. ഇത് ദ ലാസ്റ്റ് മിനിറ്റും അറ്റൻഡൻസ് മിറാക്കിൾ. അറ്റൻഡൻസ് മിറാക്കിൾ സത്യ, 2 സത്യം തന്നെ. അത് അവർ തന്നെയാണ്. അപ്പോൾ ഇത് ഫെയർവെല്ലിന് തന്നെ ജ്യൂസ്, പിന്നെ ഫെയർവെല്ലിന് ഒരു പാസ്പോർട്ടൊക്കെ തന്നെ, ഒരു പാസ്പോർട്ട്, ചോക്ലേറ്റ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് തനീഷ കട്ട് ബ്ലൂമിങ് ഗ്രീന് കണ്ട് പരിചയം ഞങ്ങൾ. അപ്പോൾ ഓള് തന്നെ ഗിഫ്റ്റ് ചെയ്ത് ഒരു ചോക്ലേറ്റ്. അപ്പോൾ പിന്നെ ഇത് വീണോ ഗ്രാജുവേഷൻ കിട്ടി. പിന്നെന്താ ഇല്ല, പിന്നെ ബ്ലൂമിങ് ഗ്രീൻ്റെ ഒരു ബാഗ്, വലിയൊരു ബാഗ്. ബ്ലൂമിങ് പരിപാടി ഒരു ഇവൻ്റാണ്. അപ്പോൾ അതിന് പോയവർക്ക് അറിയും അതിന് എന്തൊക്കെയാണ് കിട്ടുക, അതിന് കുറേ സാധനങ്ങൾ. പിന്നെന്താ, പിന്നെ ഒരു സാൻഡൽ സോപ്പ്, മൈസൂർ സാൻഡൽ സോപ്പിൻ്റെ ഒരു ബോക്സ്. പിന്നെ ഹബ്ബ, ആചാര്യ അറിയുന്ന എനിക്ക് അറിയില്ല, ആചാര്യ ഹബ്ബൻ്റെ ടാഗ്. പിന്നെന്താ, പിന്നെ ഗ്രാജുവേഷൻ്റെ ക്യാപ്പ്. പിന്നെ ഫസ്റ്റ് ആചാര്യയിൽ വന്നേരം കിട്ടിയ ടെമ്പററി ഫസ്റ്റ് ID കാർഡ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഫസ്റ്റ് ആചാര്യയിലേക്ക് വരുമ്പോൾ എടുത്ത ടിക്കറ്റൊക്കെ ഇതിലുണ്ട്. പിന്നെ ഒരു ബാഡ്ജ്. പിന്നെ ഇത് വേറൊരു സാധനം, ഇത് ഗോവൻ ട്രിപ്പ് ആരോ കളക്ട് ചെയ്ത് വെച്ചാൽ. അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇത്രയും ഓർമ്മകൾ, ബാംഗ്ലൂരിലത്തെ കുറേ മെമ്മറീസ് ആയിട്ട് കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ. അപ്പം പിന്നെ ഇവിടുത്തെ ടേബിള്, ഈ സാധനം, പിന്നെ മിററ്, ബാക്കിൽ ഹാങ് ചെയ്യുന്നത്, അതൊക്കെ ഇവിടെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുക്കണം. പിന്നെ റൂം ഫുള്ള് ക്ലീൻ ആക്കി കൊടുക്കണം, വെക്കേറ്റ് ചെയ്യണം, ഫുള്ള് സാധനം പാക്ക് ചെയ്യണം. അപ്പോൾ കുറേ പണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. ഇന്ന് 2 വണ്ടിയുണ്ട്, 2 വണ്ടി നാട്ടിലേക്ക് കയറ്റണം. എന്നിട്ട് അതിൻ്റെ പിന്നെ മിക്കവാറും അതിന് തന്നെ പോകും. ഇന്ന് തന്നെ ആണെങ്കിൽ ഇന്ന് വെക്കേറ്റ്, അല്ലെങ്കിൽ നാളെ, മാക്സിമം നാളെ. അപ്പോൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് വ്ളോഗിന്. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തിയിട്ട് ബാക്കി പരിപാടിയിലായിട്ട് കുറച്ച് പരിപാടിയുണ്ട്. നിങ്ങൾ എന്താ പറയുക, കുറേ സംഭവങ്ങൾ വരാനുണ്ട് ഇൻഷാ അല്ലാഹ് ഫ്യൂച്ചറിലേക്കില്ലേ. എല്ലാം പതിയെ വരും. അപ്പോൾ വളരെ കുറച്ച് സമയമില്ലു അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോറേജ് ഉള്ളു എന്തെല്ലാം. അയ്യോ. പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി പെട്ടി കുറേ കെട്ടാനുണ്ട്, സാധനമെല്ലാം പാക്ക് ചെയ്ത് അയക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ബാംഗ്ലൂരിലത്തെ എല്ലാ ബാംഗ്ലൂർ എനിക്കറിയുന്ന ആൾക്കാരോടെല്ലാം താങ്ക് യു സോ മച്ച്. ലൈക്ക് ഒരുപാട് നന്ദി. ടീച്ചേഴ്സ് ആയാലും
സ്റ്റുഡൻസ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഇനി ആരായിക്കോട്ടെ ഇവിടുന്ന് ഫുഡ് വിളമ്പി തന്ന ആൾക്കാർ, ഹോട്ടലിലെ ആൾക്കാരും എല്ലാവരോടും ആരെ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്ത് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ലൈക്ക് ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്തതിനായാലും എന്തിനായാലും കൂടെ എന്തിനായാലും എന്തിനായാലും സപ്പോർട്ട് ചെയ്തതിനായാലും എന്തിനായാലും. അപ്പോൾ ബൈ ബൈ, എല്ലാവരും വ്ളോഗാണെന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ ബാംഗ്ലൂർ, ബൈ ബൈ മൈ ബാംഗ്ലൂരിയൻസ്. ദാറ്റ്സ് ഓൾ, ബൈ. Bye.